ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ഞായറാഴ്ച ദിവസമാണ്. അതിലേറെ എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണിന്ന്. വേറൊന്നുമല്ല, ആമയുടെ അരങ്ങേറ്റത്തിൻ്റെ മുന്നോടിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്ലെക്സ് വെക്കാനായിട്ട് ഇന്ന് അവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഡാൻസ് സ്കൂളിൽ എത്തണമെന്നാണ് അവിടുത്തെ മെസ്സേജ് വന്നേക്കുന്നത്. തീരെ സമയവും ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ എന്താണ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ. അവസാനം ഞാൻ വിചാരിച്ചു പാല് കാച്ചാം, മുട്ടയും പുഴുങ്ങാം, ഗോതമ്പപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നല്ല ഫ്രീസായിരുന്നത് ഇന്നലെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കേര ചുരയുടെ തലയായിരുന്നു കട്ട് ചെയ്ത് മേടിച്ചത്. അത് കറി വെക്കാനായിട്ട് അതും ഞാൻ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ആമിയെ പോയി വിളിക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരി 10 മണി വരെ വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും. ഗോതമ്പപ്പം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിക്കകത്ത് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്താണ് ഗോതമ്പപ്പം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഫില്ലിങ്സായിട്ട് തേങ്ങയും ഇത്തിരി പഞ്ചസാരയും വെച്ച് ഫില്ല് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നോക്കിയപ്പം തേങ്ങ ഇരിപ്പില്ല. പിന്നെ പോയി പൊതിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ചു. അതൊക്കെ ഒന്ന് തിരുമ്മി വന്നപ്പോഴത്തേക്ക് ആമി ഉണർന്നു വന്നു. ആമിയെ ബ്രഷ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു വിടുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ. പിന്നെ പെട്ടെന്ന് തന്നെ ഗോതമ്പപ്പം ഉണ്ടാക്കി. കുക്കറിലിരിക്കുന്ന മുട്ട പുഴുങ്ങാൻ വെച്ചതാണേ, അത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കോവയ്ക്ക് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് പഴുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ മെഴുക്കുവരട്ടിക്കകത്ത് പച്ചമുളകും സവാള ഇതൊന്നും ഇടുന്നത് ആർക്കും ഇഷ്ടമല്ല. വെറുതെ ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതിടുക മാത്രമേ ചെയ്യത്തുള്ളൂ. അവസാനം കുറച്ച് ഉപ്പ് ഇടും, കുറച്ച് മുളക് പൊടി ഇടും. ഇത്ര മാത്രമേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. പ്രത്യേകിച്ച് ആമിക്ക്. ആമിനകത്ത് ഉള്ളി കഴിക്കത്തേ ഇല്ല. ഉള്ളി എന്ന് പറയുന്ന സാധനം അവൾക്ക് എന്തോ ഭയങ്കര ഒരു വിരോധ സാധനമായിട്ടാണ് അവൾ പറയുന്നത്. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഉള്ളികൾ ഞുള്ളി പെറുക്കി കളയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ കൊച്ചിനെ പാടുപെടുത്തുന്നത്, ഉള്ളി ഇടണ്ട, അതാകുമ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, ബാക്കിയുള്ളതെങ്കിലും കഴിച്ചോളുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മുട്ടയും പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒന്ന് തണുപ്പ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇത്ര ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, എന്നാലും അത്യാവശ്യം ഒന്ന് വാടി വരണമല്ലോ. അങ്ങനെ ഒന്ന് വാട്ടിയെടുത്ത് കഴിയണം. കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പുകൂടി ഇട്ടു, പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അതിനായിട്ട്. പിന്നെ കുറച്ചൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൊടികളെല്ലാം അതിനകത്തോട്ട് ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്. ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അത് ഇങ്ങനെയൊക്കെയുള്ള മല്ലിപ്പൊടി ചേരേണ്ട സാധനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടെ രണ്ടും കൂടെ ഞാൻ ഏകദേശം ഒരളവിൽ മിക്സ് ചെയ്ത് ഞാൻ അമ്മയും കൊണ്ട് വെപ്പിക്കും. എനിക്കല്ലെങ്കിൽ ഒരു തിട്ടം കിട്ടത്തില്ല. മുളക് പൊടി അല്ലെങ്കിൽ കുന്നി കൂടി പോവും, അല്ലെങ്കിൽ മല്ലിപ്പൊടി കൂടിപ്പോവും. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ തുല്യ അളവിൽ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. മുളക് പൊടി മാത്രം ചേർക്കേണ്ട സാധനത്തിനായിട്ട് മുളക് പൊടി വേറൊരു പാത്രത്തിൽ മാറ്റിയും വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വളരെ എളുപ്പമാണ്, ചേർക്കേണ്ടത് അതനുസരിച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ കറികളെല്ലാം കുളമായിപ്പോവും. അത് പൊടികളെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. കരിഞ്ഞു പോവല്ലേ, ചൂടായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് നമ്മുടെ തോട്ടുപുളി കൂടെ ചേർക്കാം. ഞങ്ങളെല്ലാം തോട്ടുപുളിയാണ് കൊല്ലക്കാരൊക്കെ ചേർക്കുന്നത്. കൊല്ലം കരുനാപ്പള്ളിയാണ് നമ്മുടെ വീട്. അപ്പം നമ്മളെല്ലാം തോട്ടുപുളിയാണ് ചേർക്കുന്നത്. അത് കറി നല്ലതുപോലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നീറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ കേരച്ചൂരയുടെ തലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ തലയായിരുന്നു കേട്ടോ. അത് നല്ലതുപോലെ തിളച്ചതാ ഇതേ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേക്ക് ആമി ടി വിയും വെച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, നീ അപ്പുറത്ത് പോയിരിക്കുമെന്ന് പറഞ്ഞ് അപ്പുറത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരി അവിടെ ഇരുന്ന് കഴിക്കുന്നുമുണ്ട്. കറിയെല്ലാം റെഡിയായി അടിപൊളിയായിരുന്നു. ഇനിയിപ്പം ഞാൻ വെച്ചതിൻ്റെ ഗുണം കൊണ്ടാണോ അതോ മീൻ നല്ലതായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കറി നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് പച്ചമുളകൂടെ ഞാൻ കാച്ചിയിട്ടുണ്ടേ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമയമായി. പിന്നെ കുറച്ച് തുണിയും കൂടെ കഴുകാനിടാനുണ്ടായിരുന്നു. അതും കഴുകാനിട്ട് വാഷിംഗ് മെഷീൻ അത് കിടന്ന് കുറച്ച് വിരിക്കാനുമുണ്ട്. അതും വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റെഡി ആവാനുള്ള സമയമായിട്ടുണ്ട്. നേരെ ആമിയെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ആമി എന്നെ കളിയാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഐലൈനറാണ് എഴുതിയത്. ആദ്യം ഐഷാഡോ ഇടണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് മറന്നുപോയി. ഐലൈനർ എഴുതി കഴിഞ്ഞിട്ടാണ് ഐഷാഡോ ഇടുന്നത്. അതിനാണ് അവൾ എന്നെ ഈ കളിയാക്കുന്നത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു, പ്രശ്നമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി തരാം, നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരിക്കും ഒരു ടെൻഷൻ. അമ്മേ, ഐഷാഡോ എൻ്റെ മണ്ടയ്ക്കിട്ട് കഴിയുമ്പോൾ ഐലൈനർ അത് മാഞ്ഞു പോയില്ലേ. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് ഐഷാഡോ ആദ്യം ഇടാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഐലൈനർ ഞാൻ വരച്ചു തരാമെന്ന്. അങ്ങനെ ഏകദേശം ഐഷാഡോ ഒക്കെ ഇട്ട് ആദ്യം ഞാൻ ലൈറ്റ് ഒരു പിങ്ക് കളറാണ് കൊടുത്തത്. അതിന് മണ്ടയ്ക്കൊരു ഗ്ലിറ്ററിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഐലൈനർ എഴുതി നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐബ്രോസും കുറച്ചൊന്ന് ഫില്ല് ചെയ്തായിരുന്നു. ഒരുപാടങ്ങ് ഡാർക്കായിട്ടില്ല, കുറച്ച് ലൈറ്റ് രീതിയിൽ മാത്രമാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തേക്കുന്നത്. പിന്നെ മാല ഇട്ട് കൊടുത്തു. പിന്നെ ബീട്രൂട്ടിൻ്റെ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒന്നും ഞാൻ ആമിക്ക് ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. പുള്ളിക്കാരി ഞാൻ അറിയാണ്ട് അത് ഇടാറുമുണ്ട്, അത് വേറൊരു കാര്യം. അതിന് ശേഷം ഞാൻ അവസാനം ഒരു ശകലം മാത്രം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പൊട്ടുകൂടെ കുത്തി കൊടുത്ത്. ആ പൊട്ട് കണ്ടപ്പോഴേ ആമിക്ക് ഇഷ്ടമായില്ല. ആമി പറയാം, കൊള്ളില്ല അമ്മേ, കൊള്ളില്ല, ആ പൊട്ടേ വേണ്ട, ചെറിയ പൊട്ട് മതി, നമ്മളിനി എന്നാൽ വേറെ ചെറിയ പൊട്ടിരിപ്പില്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്കൊന്ന് വേറെ മേടിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്ല ആമി, ഫുൾ ലുക്കിൽ വരുമ്പോൾ ഇത് നല്ലതായിരിക്കുമെന്ന്. അത് അവസാനം താഴെ ഒരു കുഞ്ഞ് വെള്ളക്കല്ലിൻ്റെ പൊട്ടൂടെ കുത്തിയിട്ടും പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവസാനം ഒരുവിധം എല്ലാം പറഞ്ഞ് ഞാൻ അവിടെ നിർത്തി. പിന്നെ വെള്ള വളകളും ഒക്കെ ഇട്ട് അവസാനം മുടി കെട്ടാനായിട്ട് തുടങ്ങി. മുടി കെട്ടുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക്. ഫ്രണ്ടിൽ നിന്ന് 2 സൈഡിലും വതുപ്പൊക്കെ എടുത്തു. അതിനുശേഷം 2 സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഇടുന്നത്. പിന്നെ ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒറ്റ പിന്നൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അടിയിൽ കൂടാണ് പൂ വെക്കുന്നത്. പിന്നെ കമ്മലും ഡാൻസ് സ്കൂളിലാണ് എല്ലാ കുട്ടികൾക്കും 5 കുട്ടികളാണ് ഇവർ അരങ്ങേറ്റത്തിനുള്ളത്. 5 പേർക്കും ഒരേപോലത്തത് വേണം. അതുകൊണ്ട് തന്നെയും അവരാണ് കമ്മലുകൾ മേടിച്ച് അവിടെ വെച്ചേക്കുന്നത്. പൂവും അവരായിരുന്നു അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് അവിടെ സ്കൂളിൽ ചെന്നിട്ട് അത് 2 ഇട്ടാൽ മതി. അങ്ങനെ മുടിയെല്ലാം മേളിൽ ജസ്റ്റ് ഞാനൊരു ബണ്ണിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൊത്തം ഒരു മാതിരിയാവും. അതുകൊണ്ട് മേളിൽ ജസ്റ്റ് ബണ്ണിട്ടിട്ട് ശേഷമാണ് ആമയുടെ മുടി ഞാൻ താഴോട്ട് പിന്നിയത്. പിന്നെ താഴെ ഒരു ബണ്ണൂർ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും പുള്ളിക്കാരുടെ മുഖം ഇരിക്കുന്നത് തെളിയാത്തതിൻ്റെ കാരണം അത്രയും വലിയ പൊട്ട് കുത്തിയേക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഒരുവിധം പറഞ്ഞ് ഞങ്ങൾ ഷോളൊക്കെ ഇട്ട് ഒരു ബോട്ടിൽ വെള്ളവുമായിട്ട് 12:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് കമ്മൽ വിട്ട് പൂവും വെച്ചത്. അന്നേരവും പറയുന്ന, അമ്മ, പൊട്ട് വലുതാണ്, കമ്മൽ വലുതാണ്, പൂവിൻ്റെ വെയിറ്റാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര ഹെവി ആയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്കുണ്ട് താനും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അടിപൊളിയാണെന്ന് പറഞ്ഞ് അവസാനം എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരീമണികളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം കാണാനായിട്ട്. പിന്നെ അവരുടെ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു. എത്ര ക്ലിപ്പ് എടുത്തതിന് ശേഷം ഒരു ഫോട്ടോസെങ്കിലും നല്ലതായിട്ട് കിട്ടുന്നത്. അങ്ങനെ കുറേ ഫോട്ടോസുകളെല്ലാം എടുത്തു. കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസുകളും എടുത്തു. ഇവർ 5 പേരാണ് അരങ്ങേറ്റത്തിനുള്ളത്. എല്ലാവരും ഏകദേശം ഒരേ പ്രായങ്ങളാണ്, പക്ഷെ അതിൽ കൂട്ടത്തിൽ കുഞ്ഞത് ആമിയാണ്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് സമയമായി. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് കരുനാഗപ്പള്ളി വരെ പോകണമായിരുന്നു. കരുനാഗപ്പള്ളി വരെ പോയിട്ട് വന്നപ്പോഴും ഒരുപാട് ലേറ്റായി. പിന്നെ ആമിയും ഫുഡ് കഴിച്ചു. രഞ്ജിത്തേട്ടനും ഞാനും എല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു. അകത്തുങ്ങളെല്ലാം വല്ലാണ്ട് വാടിക്കിടക്കുമായിരുന്നു, നല്ല വെയിലല്ലേ. പിന്നെ അതിനെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഞായറാഴ്ച കൂടി തീർന്നു. ഇനി അടുത്ത ആഴ്ച കാത്തിരിക്കണം ഒരു ഞായറാഴ്ച വരാനായിട്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.